ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും താഷൻസ് കോർണറിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ രണ്ടാം ഭാഗമാണ് നോക്കാൻ പോകുന്നത്. എന്തായിരുന്നു ഫസ്റ്റ് പാർട്ട്? ദി അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആണ്. അതിൻ്റെ രണ്ടാം ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുക മാത്രം പോരാ, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാനും കൂടി ഒന്ന് ശ്രമിക്കണേ. സോ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? റസ്കിൻ ബോണ്ടിൻ്റെ അഡ്വെഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീയിലെ 11th പേജാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. സോ നമ്മൾ എത്തിയത് കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റിൻ്റെ ആരംഭമാണ് അല്ലേ? രണ്ട് ട്രൂ ചാമ്പ്യൻസ് തമ്മിലുള്ള ഫൈറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. Hissing defiance, his forked tongue darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad, spectacled hood. Yes, എന്താണ് കോബ്ര ചെയ്യുന്നത്? റെഡിയായി. അപ്പോൾ കോബ്രയാണ് ഫസ്റ്റ് അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നത്. കോബ്ര 3 feet ഉയർന്നു നിൽക്കുന്നതാണ് കാണാൻ പറ്റുന്നത്. വിത്ത് ഹിസ് ഹുഡ് എന്ന് പറഞ്ഞാൽ 10 വിടർത്തിയിട്ട് ഒരു 3 feet അടിയിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദി മംഗൂസ് ബുഷ്ഡ് ഹിസ് ടെയിൽ, ദി ലോങ് ഹെയർ ഓൺ ഹിസ് സ്പൈൻ സ്റ്റുഡ് അപ്പ്. ഇൻ ദ പാസ്റ്റ് ദി വെരി തിക്നെസ് ഓഫ് ഹിസ് ഹെയർ ഹാഡ് സേവ്ഡ് ഹിം ഫ്രം ബൈറ്റ്സ് ദാറ്റ് വുഡ് ഹാവ് ബീൻ ഫേറ്റൽ ടു അതേഴ്സ്. യെസ്, മംഗൂസ് ആ സമയത്ത് എന്താ ചെയ്യുന്നത്? അതിൻ്റെ രോമങ്ങളൊക്കെ ഉയർത്തി എഴുന്നേൽപ്പിക്കുക ചെയ്യുന്നത് അല്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. കോബ്ര ബൈറ്റ് ചെയ്യുന്നതിൽ നിന്നും സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിനു മുന്നേ അങ്ങനെ ചെയ്തിട്ട് രക്ഷപ്പെട്ട കഥകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മംഗൂസ് അങ്ങനെ ചെയ്തത്. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. Yes, ഈ ഫൈറ്റ് നടക്കുന്നതൊക്കെ മേലെ ഇരുന്ന് ഈ ബോയ് കാണുന്നുണ്ടെങ്കിലും ബോയെ ആര് കാണുന്നില്ല? കോബ്രയും മംഗൂസും കാണുന്നില്ല. പക്ഷേ അവിടെ മറ്റ് 2 സ്പെക്ടേറ്റേഴ്സ് വന്നിരിക്കുന്നുണ്ടായിരുന്നു. അതാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. One was a myna and the other was a jungle crow, not the willy urban crow. യെസ്, ആരൊക്കെയാണ് 2 സ്പെക്ടേറ്റേഴ്സ്? ഒന്ന് മൈന, മറ്റത് ജംഗിൾ ക്രോ. സോ നമുക്ക് ആ ഒരു പേജിൽ ബാക്കി വന്ന ഒരു ചോദ്യമുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. ഹൗ ഡിഡ് ദ മംഗൂസ് മാനേജ് ടു എസ്കേപ്പ് ഫ്രം ദി സ്നേക്ക് ബൈറ്റ്? സ്നേക്കിൻ്റെ ബൈറ്റിൽ നിന്നും കോബ്രയുടെ ബൈറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മംഗൂസ് ചെയ്തത് എന്താണ്? Yes, mongoose bushed his tail, the long hair on his spine stood up to save himself. അത് മുന്നേ ചെയ്തിട്ടുള്ള കാര്യമായതുകൊണ്ട് മംഗൂസ് അത് പെട്ടെന്ന് ചെയ്തു അല്ലേ? ബുഷൊക്കെ നല്ല അതിൻ്റെ രോമങ്ങളൊക്കെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിൽച്ചു. അപ്പോൾ ബൈറ്റ് ഡയറക്റ്റായിട്ട് കിട്ടില്ല എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് പേജ്. അപ്പോൾ സ്പെക്ടേറ്റേഴ്സ് ആരൊക്കെയാണെന്നാണ് പറഞ്ഞത് നേരത്തെ നമ്മൾ? അതർ ദാൻ ദി ബോയ്, one myna and a jungle crow. They had seen these preparations for battle and had settled on this cactus to watch the outcome. Yes, അവർ ഈ ബാറ്റിൽ ബോയ് കണ്ട പോലെ തന്നെ ബാറ്റിൽ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അവരെന്ത് ചെയ്തു? കാക്ടസിൻ്റെ മേലെ ഇരുന്ന് എന്തായിരിക്കാം റിസൾട്ട് എന്ന് നോക്കാൻ വേണ്ടി 2 പേരും കാക്ടസിൻ്റെ മേലൊക്കെ കയറിയിരുന്ന് നോക്കുന്നുണ്ട്. Had they been content only to watch, all would have been well with both of them. Yes, അവർ 2 പേരും ആ ഒരു ബാറ്റിൽ കാണാൻ വേണ്ടി മാത്രമാണ് ഇരിക്കുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മുടെ ബോയ് അതുപോലെ തന്നെയായിരുന്നു അല്ലേ? അവർ 2 പേരും ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ വേണ്ടി മാത്രമാണ് ബോയ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ബോയ് ആരും ശ്രദ്ധിച്ചില്ല,
കുഴപ്പമില്ല. പക്ഷേ ഈ മൈനയും ജംഗിൾ ക്രോയും അങ്ങനെ ആയിരുന്നില്ല. അവർ ഈ ബാറ്റിലിൻ്റെ ഇടയിൽ എന്തോ ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ദി കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ് സ്വിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ് ട്രൈയിങ് ടു മെസ്മറൈസ് ദി മങ്കൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫോൾസ് മൂവ്. അതെ, കോബ്ര എന്താ ചെയ്യുന്നത്? ഒരു സൈഡിലേക്ക് പോകുന്നു എന്ന വ്യാജേന മറ്റൊരു സൈഡിലേക്ക് പോയി. അതെന്തിനു വേണ്ടിയിട്ടാണ്? മങ്കൂസിൻ്റെ ഡിറക്ഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഒന്ന് തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ബട്ട് ദി മങ്കൂസ് ന്യൂ ദ പവർ ഓഫ് ഹിസ് ഓപ്പണൻസ് ഗ്ലേസി ഓൺ വിങ്കിങ് ഐസ് ആൻഡ് റിഫ്യൂസ്ഡ് ടു മീറ്റ് ദം. യെസ്, അപ്പം മങ്കൂസിന് എന്തറിയായിരുന്നു? എൻ്റെ ഓപ്പണൻറ്റിൻ്റെ കണ്ണിങ് ആയിട്ടുള്ള ഡിസിഷൻ അല്ലെങ്കിൽ ഓപ്പണൻറ്റിൻ്റെ കൂർമ്മ ബുദ്ധി അല്ലെങ്കിൽ ഓപ്പണൻറ്റിൻ്റെ പവർ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് കോബ്ര അല്ലേ. കോബ്രയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു, മങ്കൂസിന് തിരിച്ച് അങ്ങോട്ടും അറിയായിരുന്നു അല്ലേ. കോബ്ര എന്ത് ചെയ്യുമെന്ന് മങ്കൂസിനും അറിയായിരുന്നു, മങ്കൂസ് എന്ത് ചെയ്യുമെന്ന് കോബ്രയ്ക്ക് അറിയായിരുന്നു. സോ ഈ ഒരു സമയത്ത് കോബ്ര ഇങ്ങനെ ഡയറക്ഷൻ മാറ്റി മങ്കൂസിനെ ഒന്ന് മിസ്ലീഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒറ്റ ഗ്യാപ്പിൽ മങ്കൂസ് എന്തു ചെയ്തു? ഇൻസ്റ്റഡ് ഹി ഫിക്സഡ് ഹിസ് ഗെയ്സ് അറ്റ് എ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹുഡ് ആൻഡ് ഓപ്പൺഡ് ദി അറ്റാക്ക്. ആദ്യം നമ്മൾ എന്താ വിചാരിച്ചത്? കോബ്രയാണ് സ്റ്റാർട്ട് ചെയ്യാന്ന്. പക്ഷേ റാപ്പിഡായിട്ടുള്ളൊരു ആക്ഷനിൽ മങ്കൂസ് കയറി അറ്റാക്ക് ചെയ്തു. ബിലോ ദി ഹുഡ്, പത്തിയുടെ താഴെ തന്നെ നോക്കി ഒരു അറ്റാക്ക് മങ്കൂസ് ചെയ്തു. Moving forward quickly until he was just within the cobra's reach, he made a feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose, but the little fellow jumped neatly to one side and darted in as swiftly as cobra, biting the snake on the back and darting away again out of reach. Yes, കോബ്ര പിന്നെയും മങ്കൂസിന് നേരെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും മങ്കൂസ് മുന്നോട്ട് കുതിച്ച് കോബ്രയുടെ അടുത്തെത്തുന്ന ആ ഒരു സെക്കൻഡ് ടൈമിന് മുന്നേ ഹി ചേഞ്ച്ഡ് ദി സൈഡ് ആൻഡ് ആ സമയം കൊണ്ട് കോബ്ര ചാടി വീണ് ഒരു മങ്കൂസിന് കൊത്താൻ നോക്കി. അപ്പോൾ ആ ഒറ്റ ടൈമിൽ പത്തി വിടർത്തി മങ്കൂസിന് കൊത്തു വീണു എന്ന് ബോയ് കരുതി നിൽക്കുന്ന ആ ഒരു ടൈമിൽ മങ്കൂസ് എന്ത് ചെയ്തു? ജംപ്ഡ് ഹെൽത്തി ടു വൺ സൈഡ്, പിന്നെയും ഒരു സൈഡിലേക്ക് ചാടി. എന്നിട്ട് അവിടെ നിന്നില്ല. അറ്റ് എ സഡൻ മങ്കൂസ് കോബ്രയെ പിന്നിൽ പോയി കടിച്ചു. അപ്പോൾ കടിച്ച് കുടഞ്ഞിട്ടിട്ട് പോയി എന്നാണ് പറയുന്നത്. സോ ഈ ഒരു മങ്കൂസിൻ്റെയും സ്നേക്കിൻ്റെയും ഈ ആക്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്നത് പോലെ അത്ര സ്ലോ അല്ല, അല്ലെങ്കിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ സ്ലോ അല്ല. അത്രയും റാപ്പിഡായിട്ടുള്ള ഒരു ആക്ഷനാണ് അവിടെ നടന്നിട്ടുണ്ടാവുക. അത്രയും സ്പീഡിലാണ് ഇവർ ഡയറക്ഷൻ മാറ്റുന്നതും അല്ലെങ്കിൽ മങ്കൂസ് വന്ന് അറ്റാക്ക് ചെയ്തിട്ട് തിരിച്ച് മങ്കൂസിൻ്റെ സ്പേസിൽ പോയി നിൽക്കുന്നതും ഒക്കെ അത്രയും റാപ്പിഡ് ആക്ഷൻസ് ആണെന്നാണ് പറയുന്നത്. സോ നമുക്ക് ആ ഒരു പേജിലെ 2 ക്വസ്റ്റ്യൻസ് നോക്കാം. ദി കോബ്ര വാസ് എ ഗുഡ് ഫൈറ്റർ. പിക്ക് ഔട്ട് വൺ ഓഫ് ഹിസ് ഫൈറ്റിംഗ് ടെക്നിക്സ്. യെസ്, കോബ്ര എന്ന് പറയുന്നത് സൂപ്പർ ഫൈറ്ററാണ് അല്ലേ, ഒരു ഗുഡ് ഫൈറ്ററാണ്. അപ്പോൾ കോബ്രയുടെ ആ ഒരു ടെക്നിക്സ് അല്ലെങ്കിൽ ഫൈറ്റിംഗ് ടെക്നിക്സ് കാണിക്കുന്ന ഒരു സെൻറ്റൻസ്, ഒരുപാട് സെൻറ്റൻസസ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു പേജിൽ നമുക്ക് കാണാൻ പറ്റുന്ന സെൻറ്റൻസ് ഏതാണ്? ദി കോബ്ര സ്റ്റുഡ് ഓൺ ദി ഡിഫെൻസീവ് സ്വേയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ് ട്രൈങ് ടു മെസ്മറൈസ് ദ മങ്കൂസ് ഇൻ ടു മാർക്കിംഗ് എ ഫാൾസ് മൂവ്. ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കോബ്ര മങ്കൂസിനെ മിസ്ലീഡ് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു ഫാൾസ് മൂവ് വഴി മിസ്ലീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കോബ്ര ഒരു നല്ല ഒരു ഫൈറ്ററാണെന്ന് പറയാൻ കാരണം. പിന്നെ അതിന് മുന്നേയുള്ള പേജിലും പറയുന്നുണ്ട് അല്ലേ, മുന്നേയുള്ള ഇൻസിഡൻസിലും പറയുന്നുണ്ട് മങ്കൂസിന് അറിയായിരുന്നു കോബ്ര എന്ന് പറയുന്നത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു ഫൈറ്ററാണ് എന്നത് മങ്കൂസിന് അറിയായിരുന്നു എന്ന് പറയുന്ന സെൻറ്റൻസസും അതിലുണ്ട്. പിന്നെ അവർ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്, അതെ, 2 പേരും ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് ആണ് എന്ന് അതും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോബ്ര ഒരു ഗുഡ് ഫൈറ്ററാണ് എന്ന് പറയാൻ ഉള്ള എക്സാമ്പിൾസ്. അടുത്ത ചോദ്യം, ദി മങ്കൂസ് പ്രൂവ്ഡ് ദാറ്റ് ഹി വാസ് ക്ലെവർ. ക്യാൻ യു സൈറ്റ് എനി ഇൻസ്റ്റൻസ് ഓഫ് ഹിസ് ക്ലെവർനെസ്? യെസ്, മങ്കൂസ് ഈസ് മച്ച് ക്ലെവർ. അത് എന്തുകൊണ്ടാണ് പറയുന്നത് മങ്കൂസ് ക്ലെവർ ആണെന്ന്? യെസ്, കോബ്ര ഫാൾസ് മൂവ് വഴി മങ്കൂസിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് മനസ്സിലാക്കിയ മങ്കൂസ് എന്ത് ചെയ്തു?
unwinking eyes and refused to meet them. അത് അവരുടെ മീറ്റിംഗ് റിഫ്യൂസ് ചെയ്തു. അതായത് അവർ രണ്ടുപേരും ഒരുമിച്ചെത്തുന്ന ആ ഒരു ഇൻസ്റ്റൻസ് ഒഴിവാക്കി. അതിന് പകരം എന്ത് ചെയ്തു? ഇൻസ്റ്റഡ് ഹി ഫിക്സഡ് ഹിസ് ഗേസ് അറ്റ് ദ പോയിന്റ് ജസ്റ്റ് ബിലോ ദ കോബ്രാസ് ഹൂഡ്. യെസ്, അവർ അടുത്തെത്തി അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒഴിവാക്കിയിട്ട് കോബ്രയുടെ ഫോൾസ് മൂവ് മനസ്സിലാക്കിയ മംഗൂസ് അതിന് മുന്നേ ചാടിയിട്ട് കോബ്രയുടെ ഹുഡിന് താഴെ പത്തിക്ക് നോക്കിയൊരു കൊത്തു കൊടുത്തു അല്ലേ. സോ അതൊരു ഇൻസ്റ്റൻസ് ആണ് മംഗൂസിൻ്റെ ക്ലവർനെസ് തെളിയിക്കുന്നത്. മൂവിങ് ഫോർവേഡ് ക്വിക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച് ഹി മെയ്ഡ് എ ഫെയിൻ ടു വൺ സൈഡ്. യെസ്, ഇമ്മീഡിയറ്റ്ലി ദി കോബ്ര സ്ട്രക്ക് ഹിസ് ഗ്രേറ്റ് ഹുഡ് കെയിം ഡൗൺ സോ സ്വിഫ്റ്റ്ലി ദാറ്റ് ഐ തോട്ട് നത്തിങ് കുഡ് സേവ് ദി മംഗൂസ്. യെസ്, ആ ഒരു മംഗൂസിന് കൊത്തു വീഴും എന്ന് ഉറപ്പുള്ള ആ ഒരു സിറ്റുവേഷനിലും മംഗൂസിനെ കൊത്ത് വീഴാതെ മംഗൂസ് സ്വയം പ്രൊട്ടക്റ്റ് ചെയ്തു അല്ലേ. അതൊരു ക്ലവർനെസ് ആണ്. യെസ്, to the next page. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in midair. Shrieking at each other, they returned to the cactus plant. Yes, നേരത്തെ രണ്ട് സ്പെക്ടേറ്റേഴ്സ് അവിടെ അവരുടെ ഫൈറ്റൊക്കെ കണ്ട് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൺ മൈന ആൻഡ് എ ജംഗിൾ ക്രോ. ഈ സമയത്ത് ഇവരെന്താ ചെയ്തത്? കോബ്രയ്ക്ക് അറ്റാക്ക് അല്ലെങ്കിൽ കോബ്രയെ മംഗൂസ് അറ്റാക്ക് ചെയ്ത സമയത്ത് ഇവരെന്താ ചെയ്തത്? അവർ പറന്ന് കളിക്കുന്നുണ്ട്. ഇവരുടെ ബാറ്റിലിൻ്റെ ഇടയിലേക്കൂടി അവരൊന്ന് പറന്നു. എങ്ങനെ? അവർ പരസ്പരം ടച്ച് ചെയ്തു ഇല്ല എന്ന ആ ഒരു ഇതിൽ അവരുടെ ഫൈറ്റ് ജസ്റ്റ് ഒന്ന് ഇൻ്റർഫിയർ ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് ജസ്റ്റ് പറന്ന് അല്ലേ, പറന്നിട്ട് നേരെ കാക്ടസ് പ്ലാന്റിലേക്ക് തന്നെ പോയിരുന്നു. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദി കോബ്രാസ് ബാക്ക്. അതെ, കോബ്രയ്ക്ക് കുത്തു കിട്ടിയ സമയത്ത് കോബ്രയുടെ ബാക്കിൽ നിന്നും ബ്ലഡ് വരാൻ തുടങ്ങി. ദി കോബ്ര സ്ട്രക്ക് അഗെയിൻ ആൻഡ് മിസ്ഡ്. അതെ, പിന്നെയും കോബ്ര അറ്റാക്ക് ചെയ്യാൻ നോക്കി, പക്ഷേ കോബ്രയ്ക്ക് പിന്നെയും മിസ്സായിപ്പോയി. അഗെയിൻ ദി മംഗൂസ് സ്പ്രാങ് എസൈഡ് ജംപ്ഡ് ഇൻ ആൻഡ് ബിറ്റ്. മംഗൂസ് പിന്നെയും കോബ്രയെ അറ്റാക്ക് ചെയ്തു. അഗെയിൻ ദി ബേർഡ്സ് ഡൈവ്ഡ് അറ്റ് ദ സ്നേക്ക്, bumped into each other instead and returned shrieking to the safety of the cactus. ആ രണ്ട് പക്ഷികൾ ആരൊക്കെ? മൈന ആൻഡ് ക്രോ പിന്നെയും രണ്ടാമത് കോബ്രയെ അറ്റാക്ക് ചെയ്ത സമയത്തും പിന്നെയും അവരതുപോലെ തന്നെ ചെയ്തിട്ട് പറന്നിട്ട് കാക്ടസിൻ്റെ മേലെ വന്ന് ഇരുന്നു. The third round followed the same course as the first but with one dramatic difference. മൂന്നാം തവണയും അവർ പറന്നു, പക്ഷേ അവിടെ എന്തോ സംഭവിച്ചു. എന്താണെന്ന് നോക്കാം. The crow and the myna, still determined to take part in the proceedings, dived at the cobra, but this time they missed each other as well as their mark. Yes, അവർ അതുപോലെ തന്നെ ഒന്ന് ഡൈവ് ചെയ്യാൻ ട്രൈ ചെയ്തു, പക്ഷേ ഇത്തവണ അവർക്ക് രണ്ടുപേർക്കും കാക്ടസ് പ്ലാന്റിൻ്റെ മേലെ വന്ന് ഇരിക്കാൻ പറ്റിയില്ല. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച്ഡ് ഇറ്റ്സ് perch, but the crow tried to pull up in mid-air and turned back. Yes, മൈന സേഫായിട്ട് വന്നിരുന്നു, ബട്ട് ക്രോയ്ക്ക് പറ്റിയില്ല. എന്താ സംഭവിച്ചത്? ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. Yes, crow തിരിച്ച് മൈനയുടെ കൂടെ തന്നെ പോയി കാക്ടസിൻ്റെ മേലെ ഇരിക്കാൻ, അതിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ ചെല്ലാൻ തീരുമാനിച്ച് ബാക്കോട്ട് ഡൈവ് ചെയ്യാൻ നോക്കിയ സമയത്ത് കോബ്ര ആ സെക്കൻഡിൽ അറ്റാക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. സ്നോട്ട് എന്ന് പറഞ്ഞാൽ മൂക്കും മുഖവും കൂടി ചേരുന്ന ഒരു ഭാഗമാണ് സ്നോട്ട് എന്ന് പറയുന്നത്. ആ ഒരു ഭാഗത്ത് അറ്റാക്ക് ചെയ്തു കോബ്ര. അപ്പോൾ അവിടെ ക്രോ ഡെഡായി. I saw the bird flung nearly 20 feet across the garden, where after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from interfering again. Yes, ഈ ക്രോ ഒന്ന് പറക്കാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ തന്നെ ചത്തുപോയി. ആൻഡ് മൈന ഇതൊക്കെ കണ്ടുകൊണ്ട് കാക്ടസ് പ്ലാന്റിൻ്റെ മേലെ ഇൻ്റർഫിയർ ഒന്നും ചെയ്യാതെ, ഇത്തവണ ഒരു ഇടപഴകലും ഇല്ലാതെ അവിടെ തന്നെ മൈന ഇരുന്നു. ദി കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദി മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ്പ് ടു ഇറ്റ് റേസ്ഡ്
himself on his short legs and with lightning snap had the big snake by the snout. The cobra writhed and lashed about in a frightening manner and even coiled itself about the mongoose. But all to no avail. The little fellow hung grimly on until the snake had ceased to struggle. He then smelt along its quivering length and gripping it round the hood, dragged it into the bushes. The myna dropped cautiously to the ground, hopped about, peered into the bushes from a safe distance, and then with a shrill cry of congratulation flew away. സോ ഈ പാരഗ്രാഫിൽ 3 പേരുടെ കാര്യവും പറയുന്നുണ്ട്. 3 പേരുടെ കാര്യം എന്ന് പറയുമ്പോൾ മുകളിലിരുന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കാര്യം ഒഴികെ കോബ്രയുടെ കാര്യം പറയുന്നുണ്ട്, മങ്കൂസിൻ്റെ കാര്യം പറയുന്നുണ്ട്, പിന്നെ മൈനയുടെ കാര്യം പറയുന്നുണ്ട്. കോബ്ര എന്തായാണ്? ക്ഷീണിതനായി അല്ലേ? ഒന്നാമതേ അറ്റാക്ക് കിട്ടി, പിന്നെ ക്രോയെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ആ ഒരു രീതിയിൽ കോബ്ര ക്ഷീണിതനായി. പക്ഷേ മങ്കൂസ് ഇപ്പോഴും എനർജറ്റിക് ആണ് അല്ലേ? അപ്പം മങ്കൂസ് പിന്നെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു കോബ്രയെ. പക്ഷെ കോബ്ര അതൊന്നും കണ്ട് അടങ്ങിയിരുന്നില്ല. കോബ്ര എന്ത് ചെയ്തു? വരിഞ്ഞ് മുറുകി. അതായത് മങ്കൂസ് കോബ്രയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് സ്നോട്ടിൽ പിടിച്ച് കടിച്ച ആ ഒരു ടൈമിൽ കോബ്ര എന്ത് ചെയ്തു? കോബ്ര അതിൻ്റെ വാലുകൊണ്ട് മങ്കൂസിനെ വരിഞ്ഞ് മുറുക്കി. പക്ഷേ മങ്കൂസ് എന്നിട്ടും പിടിവിട്ടില്ല. മങ്കൂസ് കോബ്രയുടെ സ്ട്രെങ്ത്ത്, അതായത് അത്രയും ടൈറ്റിലായിരുന്നു കോബ്ര വരിഞ്ഞു മുറുകിയത്. പക്ഷേ ഈ ഒരു ടൈമിൽ കോബ്രയുടെ വരിഞ്ഞു മുറുകൽ ലൂസായി വരുന്നത് വരെ, അതായത് അതിൻ്റെ പിടിവിടുന്ന ആ ഒരു ടൈമിൽ കോബ്ര ഡെഡായി എന്ന് മങ്കൂസിന് ഉറപ്പായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ടൈം വരെ, അതിൻ്റെ ടൈറ്റ്നെസ് കുറയുന്നത് വരെ മങ്കൂസ്, ആ വരിഞ്ഞ് പിടിച്ചിരിക്കുന്ന ആ ഒരു ടൈറ്റ്നെസ് കുറയുന്നത് വരെ മങ്കൂസ് അങ്ങനെ തന്നെ കടിച്ച് പിടിച്ചു. അതിൻ്റെ സ്നോട്ട് കടിച്ച് പിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചത്? യെസ്, കോബ്ര ചത്തുപോയി. അതെങ്ങനെയാണ് മങ്കൂസിന് മനസ്സിലായത്? മങ്കൂസിനെ ചുറ്റി വരിഞ്ഞിരിക്കുന്ന കോബ്രയുടെ ആ ഒരു ബോഡി ലൂസനാകാൻ തുടങ്ങി അല്ലേ? അത് പിന്നെ പിടി വിടാൻ തുടങ്ങി. സോ മങ്കൂസിന് മനസ്സിലായി കോബ്ര ഈസ് ഡെഡ്. അപ്പോൾ എന്നിട്ട് അതിനെ എന്ത് ചെയ്തു? എടുത്ത് ഗാർഡനിലേക്ക് അങ്ങ് വലിച്ച് എറിഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മൈന പതുക്കനെ താഴോട്ട് വന്നു അല്ലേ? ഇൻ്റർഫിയർ ചെയ്യാനോ ഒന്നിനും പോയില്ല. പതുക്കനെ താഴോട്ട് വന്നു, പിന്നെ തത്തി പോയി. അപ്പോൾ അതൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയുള്ള ശബ്ദമാണ്? യെസ്, മങ്കൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ശബ്ദമാണ് ഉണ്ടാക്കിയത്. ഈ ഫൈറ്റിൽ ആരാണ് ജയിച്ചത്? മങ്കൂസാണ്. അപ്പോൾ മങ്കൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്തത് കൊണ്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കിയിട്ട് മൈന പോയി എന്നാണ് പറയുന്നത്. When I had also made a cautious descent from the tree and returned to the house, I told grandfather of the fight I had seen. He was pleased that the mongoose had won. അതെ, ഇതൊക്കെ കണ്ടുകൊണ്ട് മേളിലിരിക്കുന്ന കുട്ടിക്ക് അത്ര ഒരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു പേടിയില്ലായ്മയോ ഉണ്ടാവില്ല അല്ലേ? ആ ഒരു ബോയും പേടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് വളരെ സൂക്ഷിച്ച് തന്നെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മങ്കൂസ് ഹാഡ് വൺ. യെസ്, ഗ്രാൻഡ് ഫാദറിന് വളരെയധികം സന്തോഷമായി. അത് എന്തുകൊണ്ടാണ്? മങ്കൂസാണ്, അത്ര ഉപദ്രവകാരിയൊന്നും അല്ലാത്ത ഒരു മങ്കൂസാണ് ബാറ്റിലിൽ ജയിച്ചത് എന്നറിഞ്ഞപ്പോൾ ഗ്രാൻഡ് ഫാദറിനും സന്തോഷമായി. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലിവ് ഇൻ ദ ഗാർഡൻ ടു കീപ് അവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. യെസ്, ഗ്രാൻഡ് ഫാദർ മങ്കൂസിനെ ഗാർഡനിൽ തന്നെ നിൽക്കാൻ അനുവദിച്ചു. അതിനെ കാണുമ്പോൾ ഓടിച്ചു വിടുകയൊന്നും ചെയ്യാതെ അവിടെ തന്നെ നിർത്തി. എന്തിനു വേണ്ടിയിട്ടാണ്? സ്നേക്സിനെയും വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ എല്ലാ ദിവസവും കിച്ചണിൽ നിന്നുള്ള വെജിറ്റബിൾ സ്ക്രാപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രാപ്സ് കൊടുത്തു തുടങ്ങി ഭക്ഷണമായിട്ട്. He had never tried taming it because wild mongoose was more useful than a domesticated. Yes, അവർ ആ മങ്കൂസിനെ മെരുക്കാൻ നോക്കിയിട്ടില്ല. എന്തുകൊണ്ടാണ്? യെസ്, മെരുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൈൽഡ് മങ്കൂസസിനെ പോലെ പ്രവർത്തിക്കില്ല. എല്ലാ അറ്റാക്കേഴ്സ് വരുന്ന സമയത്ത്, സ്നേക്സ് വരുന്ന സമയത്ത് അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കില്ല. അതല്ലേ നമ്മുടെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ഒരു പൂച്ചയാകട്ടെ അങ്ങനെ തന്നെയല്ലേ ചെയ്യുക അല്ലേ? നമ്മൾ വളർത്തുന്ന ഒരു പൂച്ചയാണെങ്കിൽ പുറത്തുനിന്ന് ഒരു എലിയോ പാമ്പോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ പൂച്ച അനങ്ങില്ല. പക്ഷേ നേരെ മറിച്ച് വീട്ടിൽ വളർത്താത്ത അല്ലെങ്കിൽ പുറത്തേക്കൂടി പോകുന്നതൊക്കെ പൂച്ചകളാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു എലിയെ കണ്ടു കഴിഞ്ഞാൽ വിടില്ല അല്ലേ? സോ അത് തന്നെയാണ്
ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അവരെ മംഗൂസിനെ ടൈം ചെയ്യാൻ നോക്കിയിട്ടില്ല, പക്ഷെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് വെയർ ദ റിയാക്ഷൻസ് ഓഫ് ദി സ്പെക്ടേറ്റേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? യെസ്, കോബ്ര മംഗൂസിനെ സ്ട്രക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് അല്ലേ? ആ സമയത്ത് നമ്മുടെ സ്പെക്ടേറ്റേഴ്സിൻ്റെ റിയാക്ഷൻസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. സ്പെക്ടേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? യെസ്, മൈന ആൻഡ് ദി ക്രോ. ഇവർ രണ്ടുപേരും എന്താ ചെയ്തത്? They dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. Yes, അവർ പിന്നെയും ഡൈവ് ചെയ്തിട്ട് ഫ്ലൈ ചെയ്യുന്നുണ്ട് അല്ലേ? അതാണ് ആൻസർ. ആൻഡ് ദി 12th question, how did the crow push itself into trouble? യെസ്, ക്രോ എങ്ങനെയാണ് ഈ ട്രബിളിലേക്ക് എത്തിയത്? ആദ്യത്തെ 2 തവണ ക്രോയും മൈനയും തമ്മിൽ ഡൈവ് ചെയ്യുന്നുണ്ട് അല്ലേ? അവരുടെ മംഗൂസിൻ്റെയും കോബ്രയുടെയും ബാറ്റിൽ നടക്കുന്ന സമയത്ത്. സോ 3rd ടൈം ഡൈവ് ചെയ്ത സമയത്ത് ക്രോയ്ക്ക് തിരിച്ച് കാക്ടസിലേക്ക് എത്താൻ പറ്റിയില്ല. ആ സമയം കൊണ്ട് കോബ്ര അറ്റാക്ക് ചെയ്തു അല്ലേ? അപ്പം ആ ഒരു ഡൈവിങ് ആണ് ക്രോയിനെ ട്രബിളിലേക്ക് നയിച്ചത്. അപ്പോൾ ക്രോ സ്വമേധയാ പോയിട്ട് അവിടെ വീണ് കൊടുക്കുക ചെയ്തത് അല്ലേ? യെസ്, ഒരു കാര്യമില്ലാതെ ഇൻ്റർഫിയർ ചെയ്തു. അതാണ് ആദ്യം പറഞ്ഞത്. എന്ത്, ഇവർ വെറും സ്പെക്ടേറ്റേഴ്സ് ആയിരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് ആദ്യം തന്നെ ക്രോയിനെയും മൈനയെയും ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് റൈറ്റർ പറയുന്നുണ്ട്. അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർ വെറും സ്പെക്ടേറ്റേഴ്സ് ആയിരുന്നില്ല, അവർ ഈ ബാറ്റിലിൻ്റെ ഇടയിലേക്ക് കൂടി ഇൻ്റർഫിയർ ചെയ്തു. അതാണ് ക്രോയിനെ ട്രബിളിലേക്ക് പുഷ് ചെയ്യാനുള്ള മെയിൻ റീസൺ. വൈ ഈസ് ദ മൈന സെഡ് ടു ബി വൈസ്? മൈനയെ വൈസ് എന്ന് പറയാൻ കാരണം എന്താണ്? യെസ്, മൈന ക്രോയ്ക്ക് ഇത് കൊത്ത് കിട്ടിയ സമയത്ത് അല്ലെങ്കിൽ ക്രോ ഡെഡായ സമയത്ത് മൈന പിന്നെ ഫ്ലൈ ചെയ്യാനോ ഡൈവ് ചെയ്യാനോ പോയില്ല. അതുവരെ രണ്ടുപേരും കൂടി ചെയ്ത ഒരു കാര്യത്തിന് റിസൾട്ട് കിട്ടിയത് ആർക്ക് മാത്രമാണ്? ക്രോക്ക് മാത്രമാണ്. പിന്നീട് മൈന എന്ത് ചെയ്തു? കാക്ടസിൻ്റെ മേലെ അനങ്ങാതെ ഇരുന്നു, ഒരു ഇൻ്റർഫിയറൻസിനും പോയില്ല. അതാണ് അതിൻ്റെ ആൻസർ. ഇത് നിങ്ങളുടേതായ രീതിയിൽ ടെക്സ്റ്റ് വായിച്ചിട്ട് ഇംഗ്ലീഷിൽ തന്നെ നിങ്ങൾ സ്വയം എഴുതാൻ ശ്രമിക്കണം. 14th question, who won the battle? What made the myna peer into the bushes? Yes, who won the battle? Mongoose won the battle. And what made the myna peer into the bushes? Yes, myna this time ഒരു ഇൻ്റർഫിയറൻസും നടത്തിയില്ല. അത് മംഗൂസിനെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് പറന്നു പോവുകയാണ് ചെയ്തത്. ഇതിനുള്ള കാരണം എന്താണ്? ആദ്യത്തെ 2 തവണ ഇൻ്റർഫിയർ ചെയ്തപ്പോഴും ഉള്ള റിസൾട്ടാണ് ക്രോയ്ക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഒന്നും ചെയ്യാതെ നല്ല കുട്ടിയായിട്ട് മൈന ബുഷസിൻ്റെ ഇടയിൽ കൂടി പോവുകയാണ് ചെയ്തത്. ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് തനിക്കും വരും എന്നൊരു ഭയം മൈനക്ക് ഉണ്ടായിരിക്കാം. സോ ഇറ്റ് പിയർ ഇൻ ടു ദ ബുഷസ്. വാട്ട് പ്രിവെൻറ്റഡ് ഗ്രാൻഡ് ഫാദർ ഫ്രം ടൈമിങ് ദ മംഗൂസ്? യെസ്, ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട് അല്ലേ, മംഗൂസിനെ ടൈം ചെയ്യുന്നില്ല അല്ലെങ്കിൽ ടൈം ചെയ്തിട്ട് അവർക്ക് യൂസ്ഫുൾ അല്ല എന്ന്. എന്തുകൊണ്ടാണ്? ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. യെസ്, ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടൈം ചെയ്തിട്ടുള്ള ഒരു മംഗൂസിനേക്കാളും എത്രയോ യൂസ്ഫുൾ ആണ് വൈൽഡ് ആയിട്ടുള്ള മംഗൂസസ്. ദേ വിൽ ഫൈൻഡ് ദ സ്നേക്സ് ആൻഡ് അറ്റാക്ക് ദം. അതുകൊണ്ട് grandfather didn't tamed the mongoose. The next page, from the banyan tree I often saw the mongoose patrolling the 4 corners of the garden, and once I saw him with an egg in his mouth and knew he had been in the poultry house, but he hadn't harmed the birds, and I knew grandmother would forgive him for stealing as long as he kept the snakes away from the house. Yes, പിന്നീടുള്ള ദിവസങ്ങളിൽ ബോയ് കാണാറുണ്ട്, ബനിയൻ ട്രീയുടെ താഴെ നിന്ന് കാണാറുണ്ട് എന്ത്, മംഗൂസ് പെട്രോളിംഗ് നടത്തുന്നത്. അതായത് സ്നേക്സ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇരകളുണ്ടോ എന്ന് നോക്കുന്നത് കാണാറുണ്ട് എന്നാണ് പറയുന്നത്. ഗാർഡനിൽ കൂടി ഗാർഡൻ്റെ എല്ലാ മുക്കിലും മൂലയിലും മംഗൂസ് നടക്കുന്നത് കാണാറുണ്ട്. ഒരു ദിവസം ബോയ് കാണുന്നത് ഈ മംഗൂസിൻ്റെ വായിലൊരു എഗ്ഗാണ്. അപ്പോൾ ബോയ്ക്ക് മനസ്സിലായി ഇത് ഇവരുടെ പൗൾട്രി ഹൗസിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. സോ ബട്ട് ഹി ഹാഡ് ഇൻ ഹാംഡ് ദ ബേർഡ്സിനെ ഒന്നും ഹാം ചെയ്യില്ല എന്ന് അവന് അറിയായിരുന്നു. ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗിവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് എവേ ഫ്രം ദി ഹൗസ്. ഈ ഒരു എഗ്ഗ് എടുത്തതിൻ്റെ പേരിൽ ഗ്രാൻഡ് മദർ ആയാലും മംഗൂസിനെ ഒന്നും ചെയ്യില്ല. ബിക്കോസ് to keep the snakes away from the
ഹൗസ്. യെസ്, അവരുടെ വീട്ടിനെ സ്നേക്സിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് മംഗൂസ് ആയതുകൊണ്ട് ഗ്രാൻഡ് മദർ ഒന്നും പറയാൻ സാധ്യതയില്ല. ദ ബനിയൻ ട്രീ വാസ് ഓൾസോ ദി സെറ്റിംഗ് ഫോർ വാട്ട് വി വെയർ ടു കോൾ ദി സ്ട്രേഞ്ച് കേസ് ഓഫ് ദി ഗ്രേ സ്ക്വിറൽ ആൻഡ് ദി വൈറ്റ് റാറ്റ്. യെസ്, പിന്നെ ഒരു ആളെയും കൂടി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഗ്രേ സ്ക്വിറൽ എന്ന് പറയുന്നത് സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ആളാണ്. പിന്നെ ആരെയാണ് പറയുന്നത്? വൈറ്റ് റാറ്റ്. ദ വൈറ്റ് റാറ്റ് വാസ് ഗ്രാൻഡ് ഫാദറിൻ്റേതായിരുന്നു വൈറ്റ് റാറ്റ്. ഹി ഹാഡ് ബോട്ട് ഇറ്റ് ഫ്രം ദി ബസാർ ഫോർ 4 അണാസ്. യെസ്, 4 അണാസ് എന്ന് പറയുന്നത് നമ്മുടെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന അണ എന്ന് പറയുന്നത് പൈസയ്ക്ക് പറയുന്ന പേര് അല്ലേ. സോ 4 അണാസിന് 4 അണയ്ക്ക് ഗ്രാൻഡ് ഫാദർ ബസാറിൽ നിന്ന് കൊണ്ടുവന്നതാണ് ആരെ? വൈറ്റ് റാറ്റിനെ. ബട്ട് ഐ വുഡ് ഓഫൺ ടേക്ക് ഇറ്റ് വിത്ത് മീ ഇൻ ടു ദി റൂട്ട്സ് ആൻഡ് ബ്രാഞ്ചസ് ഓഫ് ദി ഓൾഡ് ട്രീ. യെസ്, ബനിയൻ ട്രീയുടെ മുകളിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ വൈറ്റ് റാറ്റിനെയും കൊണ്ടുപോകാറുണ്ട്. ബനിയൻ ട്രീ വെയർ ഇറ്റ് സൂൺ സ്ട്രക്ക് അപ്പ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് വൺ ഓഫ് ദി സ്ക്യൂരൽസ്. യെസ്, ഒരു സ്ക്യുരലുമായിട്ട് വൈറ്റ് റാറ്റിന് നല്ല ഫ്രണ്ട്ലി ആയി. ആൻഡ് ദേ വുഡ് ഗോ ഓഫ് ടുഗെദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് എമംഗ് ദ ബ്രാഞ്ചസ്. റാറ്റും തമ്മിൽ നല്ല ഫ്രണ്ട്ലി റിലേഷനാണ്. അവരിടയ്ക്കിടയ്ക്ക് ഒരു സർക്കിട്ടിനൊക്കെ പോകാറുണ്ട്. അതായത് കുറച്ച് എവിടെയൊക്കെ ആയിട്ട് ഗാർഡനിൽ തന്നെ ആയിരിക്കാം ചുറ്റിപ്പറ്റിയിട്ട് 2 പേരും കൂടി ഒന്നിച്ച് പോകാറുണ്ട് എന്നാണ് ഉദ്ദേശിച്ചത്. ദെൻ ദ സ്ക്വിറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ pockets, and when I went indoors and changed my clothes I would find straw and grass falling out. Yes, squirrel എന്ത് ചെയ്യാൻ തുടങ്ങി? യെസ്, ഒരു നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. യെസ്, ബോയുടെ പോക്കറ്റ്സിലാണ് ആദ്യം തന്നെ നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ആൻഡ് ഞാൻ വസ്ത്രം മാറ്റുന്ന സമയത്താണ് സ്ട്രോയും ഗ്രാസും ഒക്കെ പോക്കറ്റിൽ നിന്ന് വീഴുന്നത് ശ്രദ്ധിച്ചത്. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് നിറ്റിംഗ് വാസ് മിസ്സിങ്. യെസ്, ആ സമയത്ത് ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിങ് നീഡിൽ മിസ്സായി. ആൻഡ് വി ഹണ്ടഡ് ഫോർ ഇറ്റ് എവ്രിവെയർ ബട്ട് വിതൗട്ട് സക്സസ്. യെസ്, എല്ലായിടത്തും നോക്കി പക്ഷേ കാണാൻ സാധിച്ചില്ല. നെക്സ്റ്റ് ഡേ ഐ സോ സംതിങ് glinting in the hole in the banyan tree. Going up to investigate, I saw that it was the end of grandmother's steel knitting needle. Yes, knitting needle എവിടെ വെച്ച് കണ്ടു? ആര് കണ്ടു? ബോയ് കണ്ടു. അത് എവിടെയാണ് ഉണ്ടായിരുന്നത്? യെസ്, ഹോൾ ഇൻ ദ ബനിയൻ ട്രീ. ബനിയൻ ട്രീയുടെ ഹോളിൽ വെച്ച് ഈ ഒരു നിറ്റിംഗ് നീഡിൽ കണ്ടു. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രീംഡ് വിത്ത് നിറ്റിംഗ്. യെസ്, നിറ്റിങ്ങിനെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അലങ്കരിച്ചത്? അടുത്ത പറയുന്നുണ്ട്. ആൻഡ് എമംഗ്സ്റ്റ് ദ വൂൾ വെയർ 3 babies squirrels of them white. യെസ്, വെള്ള കളറിലുള്ള 3 baby squirrelsനെ അതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിച്ചു. സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഗ്രാൻഡ് മദറിൻ്റെ നിറ്റിംഗ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാകുക. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ. ഗ്രാൻഡ് ഫാദർ ഇതിനു മുന്നേ വൈറ്റ് സ്ക്വിറൽസിനെ കണ്ടിട്ടില്ല. ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. വി വെർ പസിൽഡ് ഫോർ some time, but when I mentioned the white rat's frequent visits to the tree, grandfather told me that rat must be the father. Rats and squirrels were related to each other, he said, and so it was quite possible for them to have offspring, in this case white squirrels. Yes, ഗ്രാൻഡ് ഫാദറും ഈ ബോയും കൂടിയിട്ട് ആ ഹോളിൽ നോക്കിയ സമയത്ത് വൈറ്റ് സ്ക്വിറൽസിനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ വൈറ്റ് സ്ക്വിറൽസിനെ ഇതിനു മുന്നേ ഗ്രാൻഡ് ഫാദർ കണ്ടിട്ടില്ല. അപ്പോൾ വൈറ്റ് റാറ്റിൻ്റെ സ്ഥിരം സന്ദർശനം ആര് പറഞ്ഞു? ബോയ് പറഞ്ഞു ഗ്രാൻഡ് ഫാദറിനോട്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു ഇത് വൈറ്റ് റാറ്റിൻ്റെ കുട്ടികളായിരിക്കാം. കാരണം വൈറ്റ് റാറ്റ് ആണ് ഇതിൻ്റെ ഫാദർ എന്നാണ് പറയുന്നത്. ബിക്കോസ് റാറ്റ്സ് ആൻഡ് സ്ക്വിറൽസ് വെർ റിലേറ്റഡ്. റാറ്റ്സിനും സ്ക്വിറൽസിനും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അപ്പോൾ അവർക്ക് ഓഫ്സ്പ്രിങ് ഉണ്ടാകാൻ, ഓഫ്സ്പ്രിങ് എന്ന് പറഞ്ഞാൽ ന്യൂ ബേബി ഉണ്ടാവാൻ ഉള്ള ചാൻസ് അധികമാണ്. സോ അങ്ങനെയാണിത് വൈറ്റ് സ്ക്വിറലായിട്ട് മാറിയത്. സോ ഇത്രയേ ഉള്ളൂ സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് കുറച്ച് വലിയ സ്റ്റോറിയാണ്, പക്ഷെ ഒരു ചെറിയ കഥയാണ്. ഒരുപാട് ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കോബ്രയും മംഗൂസും തമ്മിലുള്ള ഫൈറ്റ്, സ്ക്വിറലിൻ്റെ ആ ഒരു ഫ്രണ്ട്ലിനെസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് റീഡ് ദ ചാപ്റ്റർ thoroughly twice or thrice.
അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിലോട്ട് പോകാം. വൈ വുഡ് ഗ്രാൻഡ് മദർ ഫോർഗിവ് ദ മംഗൂസ് ഫോർ സ്റ്റീലിംഗ് എഗ്സ് സ്റ്റീൽ ചെയ്ത് അറിഞ്ഞതുകൊണ്ട് ഗ്രാൻഡ് മദർ മംഗൂസിനെ ഒന്നും പറയില്ല. അത് ബോയ്ക്ക് ഉറപ്പായിരുന്നു. അതെന്തുകൊണ്ടാണ്? യെസ്, മംഗൂസ് കീപ് ദ സ്നേക്സ് എവേ ഫ്രം ദി ഹൗസ്. മംഗൂസ് സ്നേക്സിനെ അവരുടെ വീട്ടിൽ നിന്നും അകറ്റാൻ കുറേ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാൻഡ് മദർ ഒന്നും പറയാൻ സാധ്യതയില്ല. ഹൂ വാസ് ദ ന്യൂ ഫ്രണ്ട് ഓഫ് ദ സ്ക്വിരൽ? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? ആരാണ് സ്ക്വിരലിൻ്റെ ന്യൂ ഫ്രണ്ട്? യെസ്, വൈറ്റ് റാറ്റ് ആണ്. ഗ്രാൻഡ് ഫാദർ കൊണ്ടുവന്ന വൈറ്റ് റാറ്റ് ആണ് സ്ക്വിരലിൻ്റെ ന്യൂ ഫ്രണ്ട്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായിരുന്നു? ഹൗ ഡിഡ് ദേ എൻജോയ് ദെയർ ഫ്രണ്ട്ഷിപ്പ്? ദേ വുഡ് ഗോ ഓഫ് ടുഗെദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് എമംഗ് ദി ബ്രാഞ്ചസ്. യെസ്, ബ്രാഞ്ചസിലെ കൂടി അവർ രണ്ടുപേരും മാത്രമായിട്ട് നടക്കാറുണ്ടായിരുന്നു, എക്സ്കർഷൻസിനൊക്കെ പോകാറുണ്ടായിരുന്നു. എക്സ്കർഷൻ എന്ന് ഉദ്ദേശിച്ചത് അവരുടേതായ രീതിയിൽ കളിക്കാറുണ്ടായിരുന്നു എന്നാണ്. ഓക്കെ. And 18th one, how did the boy come to know that the squirrel was building a nest? നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എങ്ങനെയാണ് ബോയ്ക്ക് മനസ്സിലായത്? യെസ്, ഫസ്റ്റ് ഓഫ് ഓൾ സ്ക്വിരൽ നെസ്റ്റ് ബിൽഡ് ചെയ്തത് എവിടെയാണ്? ഇൻ ഹിസ് പോക്കറ്റ്. യെസ്, ഹി ന്യൂ. ആൻഡ് when he went indoors and changed his clothes, he would find straw and grass falling out. അപ്പോഴാണ് മനസ്സിലായത് ബോയ്ക്ക് സ്ക്വിരൽ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം ബോയ്ക്ക് മനസ്സിലായത്. ആൻഡ് വാട്ട് വാസ് ദ വണ്ടർ ദാറ്റ് നേച്ചർ ഹാഡ് കെപ്റ്റ് ഫോർ ദം ഇൻ ദ നെസ്റ്റ്? എന്താണ് നെസ്റ്റിലുണ്ടായിരുന്നത്? യെസ്, 3 ബേബി സ്ക്വിരൽസ് ആണ് ഉണ്ടായത്. വൈറ്റ് റാറ്റിൻ്റെയും സ്ക്വിരലിൻ്റെയും ഓഫ് സ്പ്രിങ്സ് ആയ വൈറ്റ് സ്ക്വിരൽസ് ആണ് ഉണ്ടായത്. So this is all about this chapter and the question answer session. So please read the chapter twice or thrice, then you will be thorough with the story. That's all about today's video, and if you find this video informative, please subscribe my channel and please like and share with your friends and relatives. Thank you.